എനിക്ക് AC പറ്റി ഒന്നും അറിയത്തില്ല. എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നേ, ഇത് പഠിച്ച എന്താവും, എനിക്ക് അതിന്റെ ഫുൾ ഫോം പോലും അറിയത്തില്ലായിരുന്നു. ഹായ് എവരിവൺ, ലോജിക് ലോഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് ACCA ക്വാളിഫൈഡ് ആയിട്ടുള്ള അഞ്ജലിയാണ്. ACCA അത്രയും വലിയ പാടുള്ള കോഴ്സ് അല്ല. നമുക്ക് BCom കിട്ടും, ACCയും കിട്ടും. വിത്തിൻ 21 years നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് പക്ക ഉറപ്പാണ്. ഇപ്പോൾ ഡിസംബർ 2025 റിസൾട്ട് വന്നപ്പോൾ ACCA ക്വാളിഫൈഡ് ആയി. എന്ത് തോന്നുന്നു ഈ മൊമെന്റില്? ഞാൻ ആദ്യം ചിന്മയില് ജോയിൻ ചെയ്യാൻ എനിക്ക് BCom തന്നെയാണ് പ്രയോറിറ്റി. പക്ഷെ എനിക്ക് ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യണമെന്നോ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. BCom നല്ല മാർക്ക് മേടിക്കുക, സാധാരണ പോകുന്ന MBA അങ്ങനെ പോകാനായിരുന്നു എന്റെ പ്ലാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ലോജിക്കിന്റെ ഒരു ഇത് വന്നു, നമ്മുടെ ടേബിൾ ഉണ്ടായിരുന്നു. അപ്പൊ ACCA ജോയിൻ ചെയ്യുന്നു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞപ്പോ അമ്മയ്ക്കൊരാഗ്രഹം ACCA എടുക്കണം, ഒരാഗ്രഹം വന്നപ്പോ അങ്ങനെ അമ്മ ഒറ്റ ഫോഴ്സ് ACCA എടുത്തിട്ട് നീ നിന്റെ കരിയർ സെറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തതാണ്. പക്ഷെ അത് നന്നായിട്ട് വന്നു. എന്റെ ഹാപ്പി മൊമെന്റിലാണ് ഇപ്പോൾ ACCA ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആയിട്ട് എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ എന്ത് ഫീൽ ചെയ്തു? ഇപ്പോ ACCA ക്വാളിഫൈഡ് ആയിട്ട് എന്താ ചേഞ്ചസ് തോന്നുന്നത്? ACCA തുടങ്ങിയപ്പോ എനിക്ക് ACCA പറ്റി ഒന്നും അറിയത്തില്ല. എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നേ, ഇത് പഠിച്ച എന്താവും, എനിക്ക് അതിന്റെ ഫുൾ ഫോം പോലും അറിയത്തില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ അത് ക്വാളിഫൈഡ് അങ്ങനെ ACCA പഠിച്ച എനിക്ക് തേർഡ് ഇയർ മുതലാണ് ACCയുടെ കോച്ചിങ് തുടങ്ങിയത്. അപ്പോഴാണ് ACCA എന്താ നമുക്ക് പഠിക്കാൻ എന്താന്ന് പറയാൻ പറ്റും. ക്വാളിഫൈഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലേ. നമ്മൾ വിചാരിക്കും ACCA ഭയങ്കര പാടായിരിക്കും, പക്ഷെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് പക്ക ഉറപ്പാണ്. ഇപ്പൊ BComലെ പേപ്പേഴ്സും ACCയിലെ പേപ്പേഴ്സും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡിഫിക്കൽട്ടീസ് എന്തായാലും ഉണ്ടാകും. കാരണം രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BCom കിട്ടും, ACCയും കിട്ടും. വിത്തിൻ 21 years നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ACCA പേപ്പേഴ്സ് ലോജിക്കിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലോജിക്കിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ലോജിക്കിന്റെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഇനിഷ്യലി പേപ്പർ തുടങ്ങിയപ്പോൾ മുതൽ എൻഡ് വരെ ഞാൻ ലോജിക്ക് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് SBR AFM കൂടെ ഒന്നിച്ചൊരു സെമ്മി ഇത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ SBR ആണ് ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവർ കോട്ടയത്ത് എനിക്ക് AFM പ്രൊവൈഡ് ചെയ്ത് തന്നപ്പോൾ ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്കൊരു AFM കോച്ചിങ് തന്നോണ്ട് എനിക്കൊരു അഡീഷണൽ കോച്ചിങ് ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പൊ അത്രയും സപ്പോർട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ സക്രിയ സാർ ആണെങ്കിലും ഷാ സാർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട്, സാമ്പിൾ സാർ ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും കോച്ചിങ്ങിനാണെങ്കിലും പഠിക്കേണ്ട ഡൗട്ട്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിലും എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും ഇപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ഈ മുന്നോട്ട് പോവാനുള്ള മോട്ടിവേഷൻ എന്താ? ഫീസ് തന്നെ അത്യാവശ്യം ഹൈ എമൗണ്ട് തന്നെയാണ്. അത് വേസ്റ്റ് ആവലെന്നുണ്ട്. പിന്നെ ഇനിയും നമുക്ക് ഇത്രയും പ്രായത്തിൽ തന്നെ അഫിലിയേറ്റ് ആവുകയാണെങ്കിൽ അതൊരു പ്രൗഡ് ആയിരിക്കുമല്ലോ എന്നോർത്ത് അതാണ് എന്നെ കീപ്പ് പോയി ചെയ്തത്. പിന്നെ അമ്മയുടെ സപ്പോർട്ട് നല്ലതാണ്. അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ എപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് അമ്മ ഓൺ ദി സ്പോട്ടെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ അമ്മ സിംഗിൾ പേരന്റ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ അമ്മ അച്ഛന് കാരണമാണ് അത് എനിക്ക് കിട്ടാനായിട്ടുള്ളത്. ഇപ്പോ അഞ്ജലിയുടെ ജൂനിയേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കും ഇതുപോലെ അഞ്ജലി എങ്ങനെയാണോ ഫസ്റ്റിൽ ACCനെ പറ്റി അറിയുന്നത് അതേ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവും. സോ ജൂനിയേഴ്സിന്റെ അടുത്ത് അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറ്റും, എഴുതാൻ പറ്റും. ACCA അത്രയും വലിയ പാടുള്ള കോഴ്സ് അല്ല. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ ഇൻറ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും ACCA പാസ്സാകാൻ. എനിക്കതാണ് തോന്നിയത് പേഴ്സണലി. പിന്നെ എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനു വേണ്ടി മാത്രം പാസ്സാവണം എന്നുള്ള മോട്ടിവേഷൻ വെച്ച് തന്നെ എപ്പോഴും മുന്നോട്ട് പോവുക. BComന്റെ കൂടെ തന്നെ ACCA ചെയ്യുമ്പോൾ ഏതെങ്കിലും ടൈമിൽ ബാക്ക് ഔട്ട് ചെയ്യണമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്ത് SBL സമയത്താണ്. ഇനിഷ്യൽ സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഒന്നാമത്തെ BCom ഉണ്ട്, SBL ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, ഇത്ര പഠിച്ചാൽ മതിയോ, ഇങ്ങനെ മതിയോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എഴുതുന്നില്ല എന്ന് വെച്ചു. അപ്പൊ അമ്മയാണ് പറഞ്ഞത്, നീ ഒന്ന് നോക്ക്, ട്രൈ ചെയ്യാതെ എങ്ങനെ നമുക്ക് മനസ്സിലാവും നിനക്ക് പറ്റിയ കോഴ്സ് അല്ലെന്ന്. അങ്ങനെ ആ സമയം ഒന്ന് ബാക്ക് ഔട്ട് ആവാൻ തോന്നിയത്. ഇനിഷ്യലി എനിക്ക് ബാക്ക് ഔട്ട് ആവാൻ തോന്നിയായിരുന്നു. പിന്നെ വിചാരിച്ചു
ചെയ്യാൻ ഫസ്റ്റ് അപ്പൊ കിട്ടി. അപ്പൊ പിന്നെ എനിക്ക് മോട്ടിവേഷനായി അടുത്ത ചെയ്യാം, അടുത്ത പേപ്പർ എഴുതാം എന്നുള്ള ഒരു ഇതാണ്. ഓക്കെ. ഇപ്പൊ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ വൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ കോഴ്സിന്റെ സംബന്ധിച്ചിട്ടാണെങ്കിലോ ചിന്മയുടെ സൈഡിൽ നിന്നാണെങ്കിലും ലോജിക്കിന്റെ സൈഡിൽ നിന്നാണെങ്കിലും സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. ചിന്മയ ടീച്ചേഴ്സ് ആണെങ്കിലും ലോജിക്കിലെ ടീച്ചേഴ്സ് ആണ് എല്ലാവരും അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്. നല്ല സക്രിയ സാറും ഷാ സാറും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. സാമുൽ സാർ ആയാലും എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും അവർ വില്ലിങ് ആണ് നമുക്ക് പറഞ്ഞുതരാൻ. അപ്പം ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ നമ്മൾ ഒത്തിരി മോക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും ഓരോ പെർസെൻറ്റേജ് വൈസ് നമ്മൾ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യും. അഞ്ജലി എക്സാംസ് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം എഴുതിയപ്പോൾ ഉള്ള ഫീൽ എങ്ങനെയായിരുന്നു? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ടൈം കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ എക്സാം നമുക്ക് ടൈം കൺസ്ട്രെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കിട്ടും. പിന്നെ ഞാൻ മൂക്കിന് വലിയ പ്രിപ്പയർ ആയിട്ടില്ല, ഞാൻ കിട്ടുന്ന മൂക്ക് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും ടൈം മാനേജ് ചെയ്യാനും പറ്റിയിട്ടില്ല. എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം മോക്ക് ചെയ്യുമ്പം ആ ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആവാനും ആ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാനും ഉള്ള ഒരു ഇത് എനിക്ക് കിട്ടുക. ആ ഒരു ക്വാളിറ്റി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മോക്കിലൂടെയൊക്കെ. ഇനിയുള്ള ഫ്യൂച്ചർ ACC ആസ്പിരൻസിന്റെ അടുത്ത് എന്തെങ്കിലും മെസ്സേജസ് പാസ് ചെയ്യാനുണ്ടോ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് മതിയെന്ന് ഒരിക്കലും വെക്കരുത്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യുന്നത് ഒരിക്കലും മതിയാവത്തില്ല. ACC എന്ത് ചെയ്താലും ഇത്രയും ക്വസ്റ്റ്യൻസ് ആവത്തില്ല. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടുന്ന മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ പാസ് ആവുള്ളൂ എന്നാ എൻ്റെ ഒരു ഇത്. ഇപ്പൊ ACC ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞു, റെസ്റ്റിംഗിലാണെന്ന് പറഞ്ഞു, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് MNC പോവാ, പിന്നെ പറ്റുവാണെങ്കിൽ എനിക്ക് വെളിയിൽ പോകണമെന്നുണ്ട്, ഇന്ത്യയുടെ വെളിയിൽ എക്സ്പോഷർ ഒക്കെ ആവണമെന്നുണ്ട്. ഓക്കെ, അപ്പൊ അഞ്ജലിയുടെ ആഗ്രഹങ്ങൾ എന്തായാലും സഫലീകരിക്കട്ടെ. താങ്ക് യു.